ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് 2 ഗ്ലാസ് കടലപ്പരിപ്പ് ചനാ ദാൽ ഞാൻ വെള്ളത്തിൽ കുതിർത്തിയതാണ്. ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അത് മിക്സിയുടെ ജാറിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. അത് നമുക്ക് എല്ലാം കൂടി അരച്ചു മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 3 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടിയിട്ട് ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് അത് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ നമ്മളുടെ അരച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് അതും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കാരണം പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് പെരിഞ്ജീരകം. ഈ പെരിഞ്ജീരകം ഓപ്ഷണലാണ്, ചിലർക്ക് അത് ഇഷ്ടമാവില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അത് ചൂടാക്കി പിന്നെ നമുക്ക് ഈ പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഉരുളകളാക്കി എടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക്, വെളിച്ചെണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എല്ലാം ഒരു 3-4 എണ്ണമൊക്കെ ഞാൻ ഏകദേശം ഒരു ടൈമിൽ ഉണ്ടാക്കി. അപ്പോൾ എല്ലാം കൂടിയിട്ട് വറുത്ത് കോരിയെടുക്കുക. നമുക്ക് ഇത് നല്ല പുറമേ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു പരിപ്പ് വടയാണിത്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതും എല്ലാ പരിപ്പ് വടയും ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള മാവ് കൊണ്ട് എല്ലാ പരിപ്പ് വടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്, അതുപോലെ കാപ്പിയുടെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു പരിപ്പ് വടയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.